അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കൊച്ചിയിലെ, അതും ഫോർട്ട് കൊച്ചിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാശി ആർട്ട് കഫേയുടെ മുന്നിലാണ്. ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഇവിടുത്തെ ഒരു വൈബും പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കും കഴിക്കാനാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടിട്ട് ഞാനൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. അതൊരു ആൾ തൂങ്ങിക്കിടക്കുന്നു. ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ഇൻറ്റീരിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പഴയ വീടിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഭയങ്കര സംഭവം. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ ഇതുപോലത്തെ കുറേ ചെടികളും പടർന്ന് കയറിയിരിക്കുന്ന പന്തലിച്ച് നിൽക്കുന്ന കുറേ വള്ളിയും ഇതൊക്കെയാണ് കാണുന്നത്. നമ്മളൊരു ചിക്കൻ സിസിലർ ഓർഡർ ചെയ്തു. അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഓർഡർ ചെയ്തിരിക്കുന്നൊരു കോൾഡ് ലാറ്റെ, അതുപോലെ തന്നെ ഒരു പോറേജ്, പിന്നെ ഒരു ഐസ് ടീ പോരായിരുന്നെന്ന് പാറ് പറഞ്ഞു. ഈ പോറേജ് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ, അത് സംഭവം തന്നെയാണ്. നല്ല സോഫ്റ്റായിരുന്നു. പക്ഷെ നല്ല മധുരമായതുകൊണ്ട് ഞാനധികം കഴിച്ചില്ല. മറ്റുള്ളവരൊക്കെ കഴിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട സംഭവം, ഇവിടുത്തെ കുറേ ആർട്ട് ഗാലറീസ് ഉണ്ട്. അതിൽ ഭയങ്കര വിചിത്രമായ കുറേ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം, നേരത്തെ കണ്ട പോലെ. അപ്പോൾ ഇതിന് നമ്മൾ കയറി വരുമ്പോൾ തന്നെയാണ് ഈ ആർട്ട് ഗാലറി ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് പിക്ചറൊക്കെ മേടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിനെ പറ്റി വ്യക്തമായിട്ട് അറിയണം. എന്തായാലും ഇവിടെയൊക്കെ നമുക്ക് നടന്ന് കാണാം. പിന്നെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു കൗണ്ടറുണ്ട്. പിന്നെ അവിടെ നിന്ന് നമുക്ക് കഥ പറയാനും ചായ കുടിക്കാനൊക്കെ പറ്റിയ ചെറിയൊരു ഏരിയ ഇതേപോലെ. അതിൻ്റെ നടുക്ക് ഒരു കുറേ ശില്പങ്ങളൊക്കെ അങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. വളരെ വിചിത്രമായ ശില്പങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു കൗണ്ടറുണ്ട്. ഇവിടെയാണ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്യേണ്ടത്. എന്തായാലും ബില്ല് കൊടുക്കാതെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലനെ പുറത്തിറങ്ങി ഈ ഒരു ബർഗർ സ്ട്രീറ്റ്, അതാണ് ഇതിൻ്റെ പേര്. ഈ കാശി ആർട്ട് കഫേ ഉള്ള സ്ട്രീറ്റിൻ്റെ പേര് ബർഗർ സ്ട്രീറ്റ് എന്നാണ് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. അവിടെ നിന്ന് നേരെ നടന്ന് പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മീനുവാണ് ഇപ്പോഴത്തെ ക്യാമറാമാൻ. ഞാൻ കുറച്ച് ടയർഡായതുകൊണ്ട് ഞാൻ മീനുവിന് ക്യാമറ കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ പഴയ ജൂതന്മാരുടെ കെട്ടിടങ്ങളൊക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഒരു എന്താ പറയുക, പഴയ ശൈലിയും അതിൻ്റെ ഒരു ആർട്ടും ആർക്കിടെക്ചറൊക്കെ നമുക്ക് ആസ്വദിച്ചിങ്ങനെ ഈ ഒരു ജൂതൻ തെരുവുകളിലൂടെ നമുക്ക് നടക്കാം. അതാണ് അതിൻ്റെ വലിയൊരു എന്താ പറയുക, ഒരു ഫീലിങ്സ്, ഒരു വൈബ് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം വൃത്തി മെനയൊക്കെ ഉണ്ട് ഇവിടെ മറ്റുള്ള ഏരിയകളൊക്കെ. എന്നാലും ആ ചെറിയൊരു നാറ്റും അവിടെ ഇവിടെയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ചില ഭാഗത്തൊക്കെ ഇത് അധികം എന്താ പറയുക, ആർഭാടമില്ലാതെ മെയിൻ്റനൻസ് ഇല്ലാതെ ചില ഈ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ പഴഞ്ചനായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം. പക്ഷേ മിക്ക ബിൽഡിങ്ങുകളൊക്കെ നന്നായിട്ട് പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു പെയിൻ്റ് അടിക്കാത്ത ബിൽഡിംഗ് വരെ അതിലും വർക്കിംഗ് കണ്ടീഷനായിട്ട് അതിലും ഹോം സ്റ്റേയും മറ്റേതൊക്കെ ഇവിടെ കാണാം. ഇതിൽ ഒരുവിധം എല്ലാ ബിൽഡിങ്ങുകളിലും ഹോം സ്റ്റേ ഉണ്ടെന്നാണ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഒരുവിധം എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിലും ഹോം സ്റ്റേ ഉണ്ട്. എല്ലാ ബിൽഡിങ്ങിൻ്റെ അടിയിലും എന്തെങ്കിലും ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പോ അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പോ അല്ലെങ്കിൽ ചെറിയൊരു സാൻഡ്വിച്ച് കടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഫുൾ ബിസിനസ് സംഭവങ്ങളാണ് ഇവിടെ മൊത്തം. ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നത് ഈ പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ നടുഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് ഈ പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ ഒരു എന്താ പറയുക, സംഭവ വിഹലമായ ഒരു കാര്യങ്ങളൊക്കെ. ഈ ഒരു മഞ്ഞ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഇതൊരു കഫേ കം ഒരു ഹോട്ടൽ സ്റ്റേ ആണ്, ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ അല്ല, ഒരു ഹോട്ടൽ റെസിഡൻസ് അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരുവിധം ബിൽഡിങ്സുകളെല്ലാം ഇങ്ങനെയാണ്. താഴെ ഷോപ്പുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ കാഫറ്റീരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയെല്ലാം കുറേ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ കഴുത്തറക്കുന്ന റേറ്റാന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ് ഇവിടെ നടത്താൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നന്നായിട്ട് റേറ്റൊക്കെ ചോദിച്ച് വില പേശി നല്ല റേറ്റിൽ മാത്രം വാങ്ങിക്കും. അല്ലാതെ ഇതിലും ചീപ്പായിട്ട് മറ്റുള്ള ഷോപ്സിലൊക്കെ കിട്ടുന്നതാണ്, പുറത്തുള്ള കടകളൊക്കെ കിട്ടും. ഈ ഒരു ജ്യൂ സ്ട്രീറ്റിൽ കുറച്ച് എക്സ്പെൻസീവാണ് എല്ലാ കാര്യങ്ങളും. ഇവിടെ കുറേ ബിംബങ്ങളും പ്രതിമകളൊക്കെ ഉണ്ട്. എല്ലാത്തിനും നല്ല വില, ചൂടൊപ്പം വല്ല വിലയാണ്. പക്ഷേ ആൾക്കാർ മേടിക്കുന്നുണ്ട്. ഇവിടുന്ന് മേടിക്കരുതെന്ന് ഒരിക്കലും പറയാം, ബിക്കോസ് ഇവരൊരു ജീവിതമാർഗ്ഗം എന്നാണ്. പക്ഷേ ഇവിടെ ഞാൻ പിന്നെ മനസ്സിലാക്കി, ഇത് കൂടുതലും ബിസിനസ് ചെയ്യുന്നത് നമ്മളെ മലയാളികളെക്കാളും കൂടുതൽ വേറെ നാഷണാലിറ്റീസൊക്കെ ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാം. അതാണ് വേറൊരു വിചിത്രമായ സംഭവം. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം ഇവരപ്പം നടന്ന് നേരെ വണ്ടി എടുക്കാനായിട്ട് പോയി. അപ്പം ഞാൻ വണ്ടി എടുത്ത് തിരിച്ചു വരുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് നമ്മളെ നാട്ടിൽ ഞങ്ങൾ ഹയർ ചെയ്ത വണ്ടി. അടിപൊളി വണ്ടിയാണ്, ടൊയോട്ടയുടെ ഫോർച്യൂണർ. കുറച്ച് പഴയ മോഡലാണ്, പക്ഷേ നല്ല അടിപൊളി മോഡലാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു
വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയി ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് കാണാനിടയായത്. ഇത് കുറേ ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സിനിമയിലും നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ഫീച്ചർ ചെയ്ത് കണ്ടിട്ടുണ്ട്. നല്ല എന്താ പറയുക, കാണുന്ന വല്ലാത്ത ലുക്കാണ് ഈ ബിൽഡിംഗ്. നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങാണ്. ഇത് മാത്രമല്ല, ഈ വഴിയരികിലുള്ള പല ബിൽഡിങ്സും ഇതുപോലെ ഭയങ്കര മനോഹരമായിട്ട് എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു വാവ് ഫാക്ടർ കിട്ടുന്നൊരു ബിൽഡിങ്സാണ്. ഫോർട്ട് കൊച്ചിയിലൊരു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വേറൊരു വൈബാണ് ശരിക്കും. ഭയങ്കര ഗ്രീനറി, വലിയ വലിയ മരങ്ങളിങ്ങനെ റോഡിൻ്റെ രണ്ട് വശത്തും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതെന്നെ കാണുമ്പോൾ പിന്നെ എന്താ പറയുക, മറ്റുള്ളൊരു ഏരിയ വെച്ച് നോക്കുമ്പോൾ ഫോർട്ട് കൊച്ചിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ഒരു ടൈപ്പ് ബിൽഡിങ്സും ഈ മരങ്ങളും ഈ റോഡും ട്രാഫിക് ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യില്ല. അവിടെ ചില റോഡുകളൊക്കെ വളരെ വിജനമായി കിടക്കുകയാണ്. പിന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സും പള്ളികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഇത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊന്നും പറയാം, ഒരു 4-5 ദിവസം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം അങ്ങനെയാണ്, 4-5 ദിവസം ഒരാഴ്ചയൊക്കെ നിന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് അവിടെ പോകുന്നത്. നമ്മൾ ജസ്റ്റ് നമുക്കൊരു പോയിൻ്റ് എന്ന് പറയുന്ന ഒരു കാശി കഫേ കാണണം, അവിടെ നിന്ന് പോകണം എന്നുള്ള രീതിയായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഒന്ന് പോകണം, പിന്നെ ഇതുപോലെ കുറച്ച് ചൈനീസ് വലകൾ കാണണം, ചീനവല, പിള്ളേർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ഇതായിരുന്നു നമ്മളെ മെയിൻ ഒരു എയിം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു നമ്മളിനി അടുത്ത് പോകുന്നത് റമദ ബൈ വിന്ദം എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം, ബിക്കോസ് അത് ഇപ്പോട്ട് ഈ വീഡിയോയിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയിരിക്കും. ബിക്കോസ് അത് കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ കുറച്ചൊന്ന് റിസോർട്ടൊക്കെ ഒന്ന് പോയി നടന്ന് കാണുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഞാൻ എപ്പോഴും നമ്മൾ പറയാറില്ല, നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.